ഓക്കെ. മണികണ്ഠ, വാമനപുരം മണി സ്പീക്കിംഗ്. അത് തന്നെ, മണിയൻ സ്പീക്കിംഗ്. ഞാൻ വിളിച്ചത് മണിയണ്ട, പിന്നെ നമ്മുടെ മണിയൻ സ്പീക്കിംഗ് ഇപ്പോൾ 124 എപ്പിസോഡുകൾ പിന്നിട്ട് 125 എപ്പിസോഡിൻ്റെ പണിപ്പരയിലായിരിക്കും. ആണോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ ഞാനത് പറയണമെന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞ ആഴ്ച പിന്നെ അത് ഒരുപാട് പേര് നമ്മൾ പല സ്ഥലങ്ങളിലുള്ള, അത് ഇപ്പോൾ കണ്ണൂർ, പിന്നെ കോഴിക്കോട്, മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ള കൂട്ടുകാർ നമ്മളെ വിളിച്ച് ഇങ്ങനെ പറയും. കാരണം അവർ വളരെ കൗതുകത്തോടു കൂടിയാണ് അത് കേൾക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മണികണ്ഠൻ്റെ അവതരണം, ആ പ്രസൻറ്റേഷൻ, അത് മാത്രമല്ല കുറേ ആൾക്കാർ എന്താ പറയുന്നത്, ബാക്കി കഥാപാത്രങ്ങളെല്ലാം മണിയൻ്റെ ആ സംസാര രീതിയിൽ തന്നെ ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട് മണിയൻ സ്പീക്കിങ്ങിൽ. അതല്ല അത് വേണമല്ലോ. കാരണം ആ ഒരു പിന്നെ എന്താ പറയുന്നത്, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അങ്ങനെ ഒരാളിലൂടെ ഒരുപാട് പേരെ കാഴ്ചക്കാരുടെ മുമ്പ് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ മണികണ്ഠർ ആ പഴയ പിന്നെ ഇത്തരം പദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ പലരും മറന്നുപോയ ചില വാക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് പിന്നെ ഈ സംഭാഷണ മധ്യ അതെല്ലാം ഇടകലർത്തി കൊണ്ടുവരുന്നത് ഭയങ്കര രസമാണ് മണികണ്ഠൻ. തീർച്ചയായിട്ടും എന്തായിരുന്നാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. 125 എപ്പിസോഡിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്, കൂടെ ഞാനും. ഓക്കെ മണികണ്ഠൻ, ഞാൻ വിളിക്കാം.